കൈയടിക്കടേ സംഘികളെ. അങ്ങനെ അക്കാര്യത്തിലും നമ്മുടെ മോദിജി വിശ്വഗുരുവായി മാറിയിരിക്കുകയാണ്. 3000 തുണ്ട് വീഡിയോകളുടെ ഉടമയായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു സങ്കോചവുമില്ലാതെ പോയി നിന്ന് നാട്ടുകാരോട് വോട്ട് ചോദിച്ചതിന് നരേന്ദ്രമോദിക്ക് ആഗോള മാധ്യമങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്നു. ഒരു തുണ്ടുവീരന് വേണ്ടി വോട്ട് ചോദിച്ച പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട മാധ്യമമായ CBS ന്യൂസ് അവരുടെ മുഖ്യ വാർത്തയായി നൽകിയിരിക്കുകയാണ് കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ എന്ന JDS സ്ഥാനാർത്ഥിയുടെ വീരകൃത്യങ്ങൾ. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നരേന്ദ്രമോദി വോട്ട് ചോദിക്കാൻ പോയതിനെക്കുറിച്ച്. ഇപ്പോൾ സംഘികൾ പറയുന്നത് എന്താ? ഈ പ്രജ്വൽ രേവണ്ണ നേരത്തെ MP ആയത് കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നപ്പോഴാണ്. ആ കാലഘട്ടത്തിൽ എപ്പോഴോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ശരി, ആയിക്കോട്ടെ, ഒരാൾക്ക് പോക്കൃത്തരം കാണിക്കുന്നതിന് പ്രത്യേക കാലമൊന്നും ഉണ്ടാകില്ലല്ലോ. പക്ഷേ ഇങ്ങനെ 3000-ഓളം സെക്സ് വീഡിയോകൾ അയാളുടേതായി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി BJPയുടെ ഒരു നേതാവ്, ഹസനൽ നേതാവ്, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും അയച്ച കത്ത് പുറത്തു വന്നിരുന്നല്ലോ കഴിഞ്ഞ ഡിസംബറിൽ. അത് കണ്ടിട്ടും ആ പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിച്ചു, അവരുമായി സഖ്യം ചേരാൻ സമ്മതിച്ചു. അതിനുശേഷം ഈ നരേന്ദ്രമോദി അവിടെ പോയി നിന്ന് പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്ത് എനിക്ക് ശക്തി പകരണമെന്ന് പ്രസംഗിച്ചു. हासन लोकसभा से NDA के सिर्फ प्रज्वल रेवन्ना आने वाली 26 अप्रैल को इनके लिए आपका हर वोट मोदी को मजबूती देगा, देश का भविष्य तय करेगा. നരേന്ദ്രമോദി പറയുന്നത് പ്രജ്വൽ രേവണ്ണയെ ജയിപ്പിക്കണമെന്ന് തന്നെയാണല്ലോ. പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്ത് എനിക്ക് കരുത്ത് പകരണമെന്നാണല്ലോ. അതാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളായാലും ആഗോള മാധ്യമങ്ങളായാലും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇയാൾ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം കാട്ടിയ ആളാണ് എന്ന് വ്യക്തമായിട്ടും അതിനുള്ള തെളിവുകൾ പ്രാദേശിക BJP നേതാക്കൾ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടും അതിനൊരു പുല്ലുവില പോലും കൽപ്പിക്കാതെ നരേന്ദ്രമോദി പോയി നിന്ന് അയാൾക്ക് വേണ്ടി വോട്ട് തേടിയെങ്കിൽ ഇവർ എന്തു സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളും ചോദിക്കുന്നത്. ഇതും കൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാമായി. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം, പട്ടിണി സൂചിക, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള വേട്ടയാടൽ, ജനാധിപത്യ ധ്വംസനം, മതേതരത്വത്തെ ഇല്ലാതാക്കൽ, ഇതെല്ലാം ആഗോള മാധ്യമങ്ങളും ആഗോള സംഘടനകളും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവയും ആഗോള രാജ്യങ്ങളും ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അടക്കം എത്രയോ ഘട്ടങ്ങളിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന തരത്തിലേക്ക് ഒരു ഭരണാധികാരി എത്രയോ ഘട്ടങ്ങളിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മണിപ്പൂരിൻ്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയിലും യൂറോപ്യൻ യൂണിയനിലുമൊക്കെ പ്രമേയങ്ങൾ പാസ്സാക്കപ്പെട്ടു. അത്രമേൽ ഈ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സമ്മതിക്കാതെ നിരന്തരമായി ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി ഇനി ഇതുകൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും കൂടിയായി. അത് വലിയ അലങ്കാരമായി ചിലപ്പോൾ സംഖ്യകൾക്കൊക്കെ തോന്നും. കാരണം ഞങ്ങളുടെ വിശ്വഗുരുവിനെ ലോകം ഇപ്പോഴും വാഴ്ത്തിപ്പാടുകയാണ് എന്നുള്ളതായിരിക്കും അവർ കരുതുന്ന കാര്യം. കാരണം മോദിയുടെ പേരൊക്കെ ഇങ്ങനെ അന്തർദേശീയ മാധ്യമങ്ങളിൽ അടിച്ചു വരുമ്പോൾ ഇവർ കരുതുന്നത് ഇതെന്തോ കേമത്തരം പറയുകയാണ് എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഇവർ ഷെയർ ചെയ്തു വരെ ചെയ്യും. ഏതെങ്കിലും സംഖ്യ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മളൊന്ന് ഇട്ടുകൊടുത്താൽ മതി, ഇപ്പോൾ തന്നെ തട്ടും, വായിച്ചു പോലും നോക്കില്ല. മോദിക്ക് ഇതാ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പുകഴ്ത്തലെന്ന് പറഞ്ഞ്. ഇതാണ് അവസ്ഥ. ലോകം നമ്മളെ നോക്കി പുച്ഛിക്കുകയാണെന്നേ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു ലജ്ജയുമില്ലാതെ തെളിവുകൾ സഹിതം പ്രജ്വൽ രേവണ്ണ എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് എല്ലാ ബോധ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അതൊക്കെ നാട്ടുകാർ ഓർമ്മിക്കില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ അതൊന്നും ഒരു വിഷയമല്ല, എൻ്റെ കേമത്തരവും ഗീർവാണമണിയും കേട്ട് ഇവിടുത്തെ നാട്ടുകാർ വന്ന് വോട്ട് കുത്തി കൊടുക്കുമെന്നുള്ള അഹങ്കാരത്തിന്മേൽ ഇവിടുത്തെ സ്ത്രീകളുടെ മാനത്തിന് തെല്ലുമേ വില കൽപ്പിക്കാതെ പ്രധാനമന്ത്രി അയാളെ സംരക്ഷിക്കുകയായിരുന്നു, അയാൾക്ക് വേണ്ടി വോട്ട് തേടുകയായിരുന്നു. അതിന് ഈ രാജ്യത്തോട് ഉത്തരം പറയണം. അങ്ങനെ കുറ്റവാളിയായ ഒരാൾ ഇപ്പോൾ
അയാൾ കുറ്റവാളിയാണ്, സ്ത്രീകൾക്കെതിരെ അതിക്രമം കാട്ടുന്നവനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അയാൾക്ക് വേണ്ടി ഒരു മടിയുമില്ലാതെ വോട്ട് പിടിക്കാൻ, അയാളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തയ്യാറായിട്ട് ഞാനാണ് സ്ത്രീകളുടെ സംരക്ഷകനെന്ന് പറയുന്നതിനെ ഉളുപ്പില്ലായ്മ എന്നല്ലാതെ മറ്റൊരു പേരിട്ട് വിളിക്കാനാകില്ല തന്നെ. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അത് പറയേണ്ടി വരുന്നത്. സംഘിക്കുട്ടന്മാർക്ക് നരേന്ദ്രമോദി ഇപ്പോഴും ദൈവമായിരിക്കാം. പക്ഷേ ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് നരേന്ദ്രമോദി എന്നാൽ കോമാളി വേഷം കെട്ടിയാടുന്ന, വർഗീയ വിഷം ചീറ്റുന്ന വെറുമൊരു മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. ഉളുപ്പില്ലായ്മയുടെ പര്യായ പദമാണ്. ആ ഉളുപ്പില്ലായ്മ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയതിൻ്റെ ഉദാഹരണമാണ് കർണാടകയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഈ രാജ്യം കണ്ടത്. പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലിരിക്കണമത്രേ. എവിടെയാണ് നരേന്ദ്രമോദി ഇത് പ്രസംഗിക്കുന്നത്? കർണാടകയിലെ ബെല്ലാരിയിൽ. ആ ബെല്ലാരിക്ക് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്ത് ഹസൻ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ 2976 തുണ്ട് വീഡിയോകളാണ് ആ പ്രജ്വൽ രേവണ്ണയുടേതായി ഹസനിലാകെ പ്രചരിച്ചത്. കർണാടക സർക്കാർ അയാളുടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അറസ്റ്റ് പേടിച്ച് പ്രജ്വൽ രേവണ്ണ ഇതേ മോദിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നു. ആ സംഭവം നടക്കുന്ന ദിവസം തന്നെ വന്നു നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലിരിക്കണമെന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ. നിരവധി പരാതികളാണ് പ്രജ്വൽ രേവണ്ണയ്ക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് MLA ആയ HD രേവണ്ണയ്ക്കുമെതിരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 2976 വീഡിയോ ക്ലിപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പ്രജ്വൽ രേവണ്ണയുടെ ആ വീഡിയോ ക്ലിപ്പുകളെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ വിശദമായി ചെയ്തിരുന്നതാണ്. ശരിക്കും കർണാടകയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, ഈ ലോകം തന്നെ അന്തം വിട്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാക്രമം നടത്തിയ ഒരാൾ ഈ നരേന്ദ്രമോദി ഒന്നാം ഘട്ടത്തിൽ പോയി വോട്ട് പിടിച്ചതാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ അതേ നാട്ടുകാരുടെ മുന്നിൽ വന്നതെന്ന് പറയുകയാണ്, ഞാനുണ്ടെങ്കിലേ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പറ്റൂ എന്ന്. അവിടെ ഒരു കോൺഗ്രസ് കൗൺസിലറുടെ മകളെ കോളേജിൽ വെച്ച് അവരുടെ പഴയ കാമുകൻ കൊലപ്പെടുത്തിയ സംഭവം ഉദ്ധരിച്ചാണ്, അതിനകത്തൊരു വർഗീയ നിറം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ BJP അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെയും അതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് മുസ്ലിമും ഒന്ന് ഹിന്ദുവുമായതുകൊണ്ട് അതിന് വർഗീയ നിറം നൽകാൻ BJP ശ്രമിക്കുന്നു. അത് നരേന്ദ്രമോദിയും ഏറ്റുപാടുന്നു. അത് അത്രയേ ഉള്ളൂ. അത് കർണാടകക്കാർക്ക് അറിയാവുന്നുള്ള കാര്യം. പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ഈ മനുഷ്യൻ എന്ത് അർഹത?